ജി സുധാകരനെ പ്രകോപിപ്പിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണമുണ്ടായത്. ജി സുധാകരനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. അതിലേക്കാണ് ഇനി. ഒരു പരിഗണനയില്ല. അശ്വിൻ പാലാഴിയുണ്ട് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഒരു തരത്തിലുള്ള അനുനയത്തിനും വഴങ്ങില്ലെന്നാണോ ജി സുധാകരൻ വ്യക്തമാക്കുന്നത്? അശ്വിൻ, ഉന്മേഷ, അനുനയത്തിന്റെ യാതൊരു സാധ്യതയും ഇല്ലാത്ത തരത്തിൽ പ്രതികരണം നടത്തിയാണ് ജി സുധാകരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ജില്ലാ നേതൃത്വം എത്ര ഇടപെട്ടാലും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് ഇവർ തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ജി സുധാകരൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഉച്ചയോടുകൂടി പാർട്ടി ജില്ലാ സെക്രട്ടറി R നാസർ ജി സുധാകരനെ നേരിൽ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പോഴും നിലപാട് ആവർത്തിക്കുകയാണ് ജി സുധാകരൻ ചെയ്തത്. അതായത് പാർട്ടി മെമ്പർഷിപ്പ് ഫോറത്തിൽ ഒപ്പിട്ട് നൽകാൻ, അത് മെമ്പർഷിപ്പ് പുതുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം അടിവരയിട്ട് പറയുകയാണ് ചെയ്തത്. ഒപ്പം ഈ വിഷയത്തിൽ ഇനി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ ജി സുധാകരനെ കാണാൻ നേതാക്കളാരും എത്തിയിട്ടില്ല. ഫോണിൽ വിളിച്ചത് R നാസർ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പാർട്ടിയിൽ തുടർച്ചയായി നേരിടുന്ന അപകടങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ടാണ്, അതിനോടൊപ്പം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വാർത്താ സമ്മേളനത്തിലുണ്ടായ എതിർസ്വരം അതുകൂടി പറഞ്ഞുകൊണ്ടാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കടുത്ത എതിർപ്പ് ഇന്ന് പാർട്ടി നേതൃത്വത്തിനെതിരെ അദ്ദേഹം വെച്ചത്. ഇനി ജി സുധാകരന്റെ മുന്നോട്ടുള്ള നിലപാട് എന്താണ്, അദ്ദേഹം ഏത് നിലപാട് സ്വീകരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും രാഷ്ട്രീയ ആകാംക്ഷ തുടരുകയാണ്. നാളെ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്താ സമ്മേളനം അദ്ദേഹം വിളിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പാർട്ടി ഇടപെടൽ ഉണ്ടായാൽ ആ വാർത്താ സമ്മേളനം നീണ്ടുപോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഈ മാസം 10-ാം തീയതി വരെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാനുള്ള സാവകാശമുണ്ട്. അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടി ഇടപെട്ട് മെമ്പർഷിപ്പ് പുതുക്കുമോ എന്നുള്ളതാണ് അറിയാനിരിക്കുന്നത്. എന്തായാലും വാർത്താ സമ്മേളനം നിലവിൽ നാളെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നീണ്ടുപോകാനുള്ള സാധ്യതകളും നിലവിലുണ്ട്. ഉന്മേഷ്, ഇപ്പോൾ അശ്വിൻ, ഈ നേരത്തെ ഇത്തരത്തിൽ അദ്ദേഹം അവഗണന നേരിട്ടുവെന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു ഘട്ടത്തിലാണ് MA ബേബി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹത്തെ സഹകരിപ്പിച്ചു കൊണ്ടുപോകണം, സമീപത്ത് നടക്കുന്ന പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കണം എന്നിങ്ങനെയുള്ള നേതാക്കളുടെ അഭിപ്രായങ്ങളും അത്തരത്തിൽ പുറത്തു വന്ന വാർത്തകളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹം ഇത്തരമൊരു നീക്കത്തിലേക്ക് മാറുമ്പോൾ ഇനി CPIMന്റെ സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കാമോ അശ്വിൻ? ഉന്മേഷ്, ഏകദേശം 63 വർഷക്കാലം പാർട്ടിയിൽ പ്രവർത്തന പരിചയമുള്ള മുതിർന്ന CPM നേതാവാണ് ജി സുധാകരൻ. അതിൽ 43 വർഷവും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അതിനുശേഷം ഈ 63 വർഷം പിന്നിടുന്ന വേളയിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകാനുള്ള തീരുമാനത്തിലേക്ക് ജി സുധാകരനെ എത്തിച്ചത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. കഴിഞ്ഞ ഏറെ വർഷങ്ങളായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹം നേരിടുന്ന ചില വിഷമതകളുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, പരസ്യമായി സോഷ്യൽ മീഡിയ രംഗത്ത് പോലും പാർട്ടിയിലെ ചില ഉത്തരവാദിത്തപ്പെട്ട രംഗത്തിരിക്കുന്ന ആളുകൾ അവർക്കെതിരെ പല പ്രതികരണങ്ങളും നടത്തിയിരുന്നു. ജി സുധാകരനെതിരെ പല പ്രതികരണങ്ങളും ഫേസ്ബുക്കിലടക്കം നടത്തിയിരുന്നു. അതൊക്കെ പാർട്ടിക്ക് മുന്നിൽ ജി സുധാകരൻ ഔദ്യോഗിക പരാതിയായി രേഖാമൂലം നൽകിയെങ്കിലും ഒരു നടപടിയും അതിലെടുക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല എന്നുള്ള പരിഭവം അദ്ദേഹം പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അതിനൊക്കെ പിന്നാലെ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതും അദ്ദേഹത്തെ ചുടിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ പ്രകോപിതനാക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് ഒരു പെട്ടെന്നുള്ള തീരുമാനമല്ല എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഏറെ നാൾ ആലോചിച്ചെടുത്ത, ഏറെ നാൾ ചിന്തിച്ചെടുത്തൊരു തീരുമാനം എന്നുള്ള നിലയിൽ പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ, അതായത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ജി സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ എത്തിച്ചത് ആ ഒരു പ്രവർത്തനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം നിലവിൽ ജില്ലാ സെക്രട്ടറിയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം ഈ വിഷയം അനുനയിപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ R നാസറിനോട് പണ്ട് മുതൽ ജി സുധാകരനുള്ള എതിർപ്പുണ്ട്. ആ എതിർപ്പ് നിലനിൽക്കെ തന്നെ പാർട്ടി നേതൃത്വം നിയോഗിച്ചതാണെങ്കിൽ പോലും R നാസറിനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി, ഒരു ഇടനിലക്കാരനായി പാർട്ടിയുടെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം അടുപ്പിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അതിനുള്ള സാധ്യതകളും വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ജി സുധാകരനുമായി സംസാരിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു. പാർട്ടി നേതാക്കളെല്ലാം തിരുവനന്തപുരത്താണ്. പാർട്ടിയുടെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി അംഗമായ മന്ത്രി സജി ചെറിയാനും നിലവിൽ തിരുവനന്തപുരത്താണുള്ളത്. അദ്ദേഹമൊക്കെ മടങ്ങി വരുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള മുതിർന്ന നേതാക്കൾ ആരെങ്കിലും, മുതിർന്ന നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ജി സുധാകരന്റെ കീഴിൽ പ്രവർത്തിച്ചു വന്നവരാണ്. പാർട്ടിയുടെ
നേതൃത്വത്തിൽ ഉന്നതരായ ആളുകൾ ഏതെങ്കിലും തരത്തിൽ വീട്ടിലേക്ക് എത്തിയോ അല്ലെങ്കിൽ ജി സുധാകരനെ നേരിൽ കണ്ടോ ഒരു അനുനയ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ള ഒരു കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും അവർക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഒരു പരസ്യ പ്രതികരണത്തിന് നിലവിൽ തയ്യാറല്ല എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. നാളെ നടത്തുന്ന വാർത്താ സമ്മേളനം അത് ഏതു തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം പോകും എന്നുള്ളതിന്റെയൊക്കെ ഒരു ആകാംക്ഷ നിലവിലുണ്ട്. കാരണം നിലവിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഈ പ്രതികരണങ്ങൾ മയപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നേരത്തെ ചർച്ചയായിരുന്നു. ഈ ജി സുധാകരനെതിരായ പരാമർശങ്ങൾ മയപ്പെടുത്തണമെന്ന് നേതാക്കൾക്ക് നേരത്തെ പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. സുധാകരനെതിരെ കടന്നാക്രമിച്ച് ലോക്കൽ നേതാക്കളടക്കം എത്തിയതാണ് നിലവിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിനു പുറമെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളും അദ്ദേഹത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ വാർത്താ സമ്മേളനം നടന്നാൽ അതൊരു നിർണായക വാർത്താ സമ്മേളനമാകും. ജി സുധാകരനെ പോലൊരു വ്യക്തി പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നതിന്റെ വാർത്താ സമ്മേളനമാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയേണ്ടതെല്ലാം പറയുന്നുണ്ട്. നാളത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അത് വാക്കുകളായി ആവർത്തിക്കുമെന്നുള്ളതും അറിയേണ്ടതുണ്ട്. അശ്വിനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.